മനുഷ്യർ എന്ന ഒറ്റ പരിഗണന. മനുഷ്യരൊക്കെ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. അതാണ് ഇന്ത്യ. മൈത്രിയാണ്, സ്നേഹമാണ്, സഹാനുഭൂതിയാണ്. എല്ലാവരെയും അംഗീകരിക്കുക, ആരോടും വിരോധമില്ല, വർഗീയതല്ല. അതാണ് ദീർഘായുസ് കൂടാനുള്ള അടുത്ത പണി. എന്താണ് ദീർഘായുസ് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി? മനസ്സിലാരോടും വെറുപ്പില്ലാതിരിക്കുക. അസൂയ, പക, കുശുമ്പ് ഇതൊക്കെ ആയിട്ട് നടക്കുന്നവർ പെട്ടെന്ന് മരിക്കുന്നതാണ്. മനസ്സ് സമാധാനപ്പെടണം. ആരെയും വെറുക്കാതിരുന്ന അതിൻ്റെ ഗുണം അവനാൻ തന്നെയാണ്. മനസ്സ് സമാധാനമായി. അതുകൊണ്ടാണ് പുണ്യനബി പറയുമായിരുന്നു, എൻ്റെ പൊന്നുമോനെ അനസേ, അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഈ ഹദീത്ത് പലയിടത്തും പറഞ്ഞിട്ട് മലയാളികൾ ഒരുപാട് കേട്ട നബിവചനമാണ്. കുട്ടികളിത് കട്ട് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്പാക്കിയിട്ട് ധാരാളം പ്രചരിച്ചിരുന്നു. എൻ്റെ പൊന്നുമോനെ അനസേ, നേരം പുലരുമ്പോഴും ആരോടും വെറുപ്പില്ല, വൈകുന്നേരവും ആരോടും വെറുപ്പില്ല. നിനക്കങ്ങനെയാകാൻ കഴിയുമോ അനസേ? എങ്കിൽ അതാണ് എൻ്റെ മാർഗം. എൻ്റെ മാർഗം ജീവിപ്പിച്ചവൻ അനസേ എന്നെ സ്നേഹിച്ചിരിക്കുന്നു, എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമാണ് എന്ന് ഷഫീഉൽ വറാ താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പൂർവികർക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് ഞാൻ വലിയ പ്രഭാഷണം നടത്തൂല. കാരണം മരണപ്പെട്ടവരെ ഓർക്കേണ്ട നേരമാണ്, പ്രാർത്ഥിക്കേണ്ട നേരമാണ്. ജീവിച്ചിരിക്കുന്നവരുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നേരമാണ്, അവരെ ബഹുമാനിക്കേണ്ട നേരമാണ്. വലിയ പരുക്കൻ ഇവിടെ വന്നിട്ടൊരു പരുക്കൻ പ്രസംഗം ചെയ്ത് ഒരു ആവേശപ്പെടുത്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നോട് പുച്ഛം തോന്നും. എനിക്കും അതിൻ്റെ പുണ്യം കിട്ടണം. ഏതിൻ്റെ പുണ്യം? നിങ്ങളിപ്പോൾ ഇരുന്നതിൻ്റെ, നിങ്ങളെ കണ്ടതിൻ്റെ, പ്രായം ചെന്ന എൻ്റെ നേതാക്കന്മാരെ ബഹുമാനിച്ചതിൻ്റെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ, അവരോടൊപ്പം സഹവസിച്ചതിൻ്റെ, പിന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് പോയതിൻ്റെ. മനുഷ്യന്മാരിപ്പോൾ പലയിടത്തും പോകാലോ, പല കൂട്ടുകെട്ടും പലതും ഇല്ലെന്ന്. എവിടെയൊക്കെ പോണു, എന്തൊക്കെ കുറേ പരദൂഷണം. എന്നിപ്പോൾ അവസാനം എന്താ പലർക്കും ബാക്കി? ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ദീപത്ത്, മറ്റുള്ളവൻ്റെ കുറ്റം. ഇത് ഇങ്ങനെ പറഞ്ഞ് ദീനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്യൻ്റെ മാംസം കൊത്തി വലിക്കുക. ഇതാണ് ഇന്നത്തെ ഒരു ഏർപ്പാട്. അതല്ല, സ്നേഹമാണ്. മുസ്ലിം ലീഗ് ഒരു കുടുംബമാണ് എന്ന് പറയാറുണ്ട്. മുസ്ലിം ലീഗ് ഒരു കുടുംബമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് പഴയ നേതാക്കളാണ്. ഇസ്മായിൽ സാഹിബാണ്, ബാഫക്കി തങ്ങളാണ്. അവരാണ് പഠിപ്പിച്ചത്. അവരുടെ ഏർപ്പാടുകളാണ്. ആ കാലം അതാണ്. അവരുടെ ബോധം ഇന്നും അതാണ്. ഇന്നും അത് നിലനിൽക്കുകയാണ്. ബാഫക്കി തങ്ങൾ ഒരു കെറ്റിൽ കൂടെ കൊണ്ടു നടന്നിരുന്നു. ഒരു കെറ്റിൽ വെള്ളം